തെലങ്കാനയിൽ ട്രെയിനിൽ യുവതിക്ക് നേരെ ലൈംഗിക അതിക്രമ ശ്രമം. ട്രെയിനിൽ നിന്ന് ട്രാക്കിലേക്ക് ചാടിയ യുവതിക്ക് പരിക്ക്. തെല്ലാപ്പൂർ മേഡ്ചൽ MMTS ട്രെയിനിലാണ് 23-കാരിയായ യുവതിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമ ശ്രീദേവി ചേരുന്നു. അനുപമ, കേരളത്തിലെ സൗമ്യ കേസൊക്കെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമാണ് ഏതായാലും തെലങ്കാനയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട്? യുവതിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? പ്രതിയെ പിടികൂടാനായിട്ടുണ്ടോ? വിവരങ്ങൾ എന്തൊക്കെയാണ് പുറത്തേക്ക് വരുന്നത്? ഹൈദരാബാദിലാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ ട്രെയിനിൽ നമ്മളിപ്പോ പറഞ്ഞു കൊടുക്കുന്നത് തെല്ലാപ്പൂർ മേഡ്ചൽ MMTS ട്രെയിനിലാണ് ഇങ്ങനെ ഒരു അതിക്രമം ഉണ്ടായത്. 23-കാരിയായിട്ടുള്ള വിദ്യാർത്ഥിനി മേഡ്ചലിലെ ഹോസ്റ്റലിലേക്കുള്ള യാത്രയിലായിരുന്നു. ഈ ഒരു വനിതാ കമ്പാർട്ട്മെന്റിനകത്താണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത്. ഈ യുവതിക്കൊപ്പം ഈ കമ്പാർട്ട്മെന്റിൽ 2 സ്ത്രീകൾ ഉണ്ടായിരുന്നു. ഇവർ ആൾക്കാരിൽ ഇറങ്ങിയതിന് തൊട്ട് പിന്നാലെയാണ് ഏകദേശം 25 വയസ്സ് പ്രായമുള്ള ഒരു അക്രമി ഈ കമ്പാർട്ട്മെന്റിനകത്തേക്ക് കടക്കുന്നതും യുവതിക്ക് നേരെ ബലാത്സംഗ ശ്രമം നടത്തുന്നതും. ഈ ശ്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് യുവതി ട്രെയിനിലൂടെ ഓടുകയും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഇല്ല എന്നൊരു അവസ്ഥയിലാണ് ട്രാക്കിലേക്ക് ചാടുന്നത്. ഈ പരിക്കേറ്റ് ട്രാക്കിൽ കിടന്ന യുവതിയെ പ്രദേശവാസികളാണ് കണ്ടെത്തുന്നത്. ഇവർ പോലീസിന് വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയാണ് യുവതിയെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. അക്രമിയെക്കുറിച്ച് ഇപ്പോൾ അറിയുന്ന വിവരം 25 വയസ്സിനടുത്ത പ്രായം വരുന്ന ഒരു പുരുഷൻ എന്ന നിലയിൽ മാത്രമാണ് ഒരു ഐഡന്റിഫയബിൾ ആയിട്ടുള്ള ഒരു സൂചനയുള്ളത്. അതിലപ്പുറം സൂചനകളൊന്നും പോലീസ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അറിയിക്കുന്നത്. ലക്ഷ്മി. അനുപമ ശ്രീദേവിയാണ് നാഷണൽ ഡെസ്കിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. അത്യന്തം ആശങ്കാജനകമായ ഒരു വാർത്ത തന്നെയാണ് തെലങ്കാനയിൽ നിന്ന് ഏതായാലും പുറത്തു വന്നിരിക്കുന്നത്.